നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ഒരു പ്രതിഭാസം അത് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണെന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത് വേറൊന്നുമല്ല, മനുഷ്യന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം. ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് പിന്നിലുള്ള അതിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് അയാൾക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ദുരൂഹതയാർന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇന്റൻഷൻ എങ്കിൽ അത്രയ്ക്കും തന്നെ ശക്തിയുള്ളൊരു സംഭവമാണ് ഒരു മനുഷ്യന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനിയെ തന്നെ തീരുമാനിക്കുന്നതിൽ ഈ ഇന്റൻഷനുള്ള പ്രസക്തി വളരെ വലുതാണ്. ഈ ഇന്റൻഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ള പല വസ്തുതകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റൻഷൻ എങ്കിൽ ഇന്റൻഷൻസ് നമ്മുടെ ജീവിതത്തിൽ കോൺഷ്യസ്ലി ബോധപൂർവം സെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പൺസ് അപ്പ് ലോട്ട്സ് ഓഫ് പോസിബിലിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ കുറെ അധികം സാധ്യതകൾ ഈ പറയുന്ന ഇന്റൻഷൻ തുറന്നു തരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഇന്റൻഷനാണ് എനിക്ക് നല്ല ഹെൽത്തുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ജീവിക്കണം, അതുപോലെ നല്ല സമ്പത്തുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്റൻഷൻസ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുമ്പിൽ പിന്നെ ഞാൻ കാണുന്നത് എനിക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നന്നായി വ്യായാമം ചെയ്യണം. അങ്ങനെ എൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഞാൻ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കിയിട്ട് ഞാൻ അത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങും. അതിൻ്റെ ഭാഗമായി എൻ്റെ ആരോഗ്യം വളരെയധികം നല്ല രീതിയിൽ നിൽക്കുന്നതും എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല, എനിക്ക് നല്ല സമ്പത്തുള്ളൊരു വ്യക്തിയാവണം എന്നതാണെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം, അതേപോലെ ഉറങ്ങുമ്പോഴും സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ എന്തൊക്കെ രീതിയിൽ എനിക്ക് സമ്പത്തുണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ വളരെയധികം സമ്പന്നനാവുന്നതിനുള്ള വഴികൾ തുറന്നു തരും. അപ്പോൾ സ്വാഭാവികമായും വന്നേക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഇന്റൻഷൻസ് സെറ്റ് ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഞാനൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ, ഒരു ഉദ്ദേശം ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ ഒരു ഇന്റൻഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതായത് ശ്രദ്ധ എന്ന് പറയുന്നത് അറ്റൻഷൻ വളരെയധികം കൂടും ആ ഒരു പർട്ടിക്കുലർ ഇന്റൻഷനിലേക്ക്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റൻഷൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇന്റൻഷൻസ് സെറ്റ് ചെയ്യണം. അതായത് ചിലർ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക, എനിക്ക് വേറൊരു രോഗവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ആയാൽ മതി, അല്ലെങ്കിൽ ഒരു കടവും ഇല്ലാത്ത ഒരവസ്ഥയിലായാൽ മതി എന്ന് പറയുന്നതിന് പകരം എനിക്ക് സമ്പന്നനാവണം അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം മെച്ചപ്പെടണം എന്നുള്ള രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിന് കാരണം വേറെ ഒന്നല്ല. ഇപ്പോൾ ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ആനയെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആനയുടെ ചിത്രം മനസ്സിൽ വരാതിരിക്കും? കാരണം ആനയുടെ ചിത്രം ആലോചിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും ആ ആന എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ, ആ ഒരു നിമിഷത്തിൽ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ചിത്രം കടന്നു വരും. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുമ്പോഴും. ഞാൻ ജീവിതത്തിൽ പരാജയപ്പെടരുത് എന്നുള്ള ഇൻറ്റൻഷനേക്കാളും ഞാൻ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറേം കൂടിയും ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവത്തിലേക്കാണ് ട്യൂൺ ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻറ്റൻഷൻ വളരെ പോസിറ്റീവ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള, ഒരു ശക്തമായിട്ടുള്ള ഒരു അഫർമേഷൻ, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ് ഐ ആം ഡ്രിവൺ ബൈ ഇൻഫിനിറ്റ് ഡിവൈൻ ഇൻ്റലിജൻസ്. ഓരോ നിമിഷത്തിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അനന്തമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ബുദ്ധിയാണ്, ഇൻഫിനിറ്റ് ഡിവൈൻ ഇൻ്റലിജൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും അതിൽ ഈ പറയുന്ന ഒരു ഇൻറ്റൻഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ അത് സഹായിക്കും. അങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സാധ്യതകളും തുറന്നു വരും. അപ്പോൾ ആ സാധ്യതകൾ വളരെ നല്ല മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻറ്റൻഷൻസിനെ കുറിച്ച് ഞാൻ ഇത്രയ്ക്കധികം സംസാരിച്ചു. ഇനി ഇൻറ്റൻഷൻസിൻ്റെ മറ്റൊരു വശം, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓരോ ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നതും ഓരോരോ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എന്താണ് ഫ്രീക്വൻസി? അതായത് പലതരത്തിൽ നമ്മളിപ്പോൾ റേഡിയോ സ്റ്റേഷൻസ് പല ഫ്രീക്വൻസിയിൽ നമുക്ക് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രക്ഷേപണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഓരോ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ
ആ ഓരോ ഇൻറ്റൻഷനും ഡിനോട്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ എനിക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്യൂൺ ചെയ്യുന്നത് സന്തോഷം, സമാധാനം, ജോയ്, ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ പറയുന്ന ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻറ്റൻഷനും ഈ ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അതാണ് നമ്മുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബോധത്തിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ പലതരത്തിലുള്ള ഇൻറ്റൻഷൻസ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്നത്. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അയാളുടെ ബോധമാണ്. അപ്പോൾ ഈ ഒരു ബോധത്തിന് പല തലങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തലങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് വളരെ ഉയർന്ന തലത്തിലുള്ള ഇൻറ്റൻഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ബോധത്തിന്റെ പല തലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന തലങ്ങളാണ് ഭയം, ആങ്കർ, ഷെയിം, ഇത്തരത്തിലുള്ള വളരെ താഴ്ന്ന വൈബ്രേഷൻസ് മുതൽ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻസ് ആയിട്ടുള്ള സ്നേഹം, സമാധാനം, സന്തോഷം, അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ നമ്മുടെ ബോധത്തിനെ നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കാൻ സാധിച്ചു കഴിയുമ്പോഴാണ് അതിനനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ഉദ്ദേശം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇൻറ്റൻഷൻസ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും അത് നിങ്ങളുടെ ഉയർന്ന ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതുപോലെ കുറവ് ഉപകരിക്കുന്ന നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.